കേരളത്തിലെ അസംബ്ലി ഇലക്ഷൻ അടുത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. കൂടിപ്പോയ ഒരു മാസം 2 മാസം കൂടെ കഴിയുമ്പം അതിൻ്റെ പ്രചരണം വല്ലാത്ത പീക്കിലോട്ടങ്ങ് പോകും. ഏകദേശം 2 ടേം കഴിഞ്ഞ് പിണറായി വിജയൻ വീണ്ടും അധികാരത്തിൽ വരാൻ വേണ്ടി CPM, അപ്പുറത്ത് പല സർവേകളിലും പറയുന്നു കോൺഗ്രസ് UDF അധികാരത്തിൽ വരും. എൻ്റെ ഒരു വിശ്വാസം അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇന്നുണ്ടായ ഒരു വലിയൊരു പൊളിറ്റിക്കൽ മാസ്റ്റർ സ്ട്രോക്ക് എന്ന് പറയുന്നത് BJPയുടെ കേന്ദ്ര നേതൃത്വം എടുത്തതാണ്. അതായത് മാസ്റ്റർ സ്ട്രോക്ക് തന്നെയാണ്. അതായത് വരാനുള്ള തെരഞ്ഞെടുപ്പിൽ UDFന്റെ കേക്ക് വോക്ക് ആയിരിക്കുകയില്ല. അവർക്ക് കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ ജയിച്ച പോലെ, അല്ലെങ്കിൽ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷൻ ജയിച്ച പോലെ ഇപ്രാവശ്യം ജയിച്ചു കയറാൻ പറ്റില്ല. BJP അതിനിർണായക ഘടകമായിട്ട് മാറുന്നു. ഇപ്പൊ കേരള കോൺഗ്രസിന്റെ ഒരു ഗ്രൂപ്പ് പോയാലും ഇത്ര പ്രത്യാഘാതമൊന്നും ഉണ്ടാവത്തില്ല. നമുക്കറിയാം കേരള കോൺഗ്രസ് ഇത്ര വോട്ടേ ഉള്ളൂ, അവർക്ക് ഇത്രയും ആളുകളേ ഉള്ളൂ. പക്ഷെ ഇവിടെ ഉണ്ടായേക്കുന്ന അതൊന്നുമല്ല. 2020 എന്ന് പറയുന്നത് കേരളത്തിലെ ഒരു ന്യൂ ജനറേഷൻ പാർട്ടിയാണ്. ഒന്നാമത്. രണ്ടാമത് ട്രഡീഷണൽ പൊളിറ്റിക്കൽ പാർട്ടിയിൽ നിന്നും വ്യത്യസ്തമായി ചിന്തിക്കുകയും, അതായത് അവരുടെ ഒരു ഉദ്ദേശ ലക്ഷ്യമെന്ന് പറയുന്നത് വികസിത കേരളം തന്നെയാണ്. ഇൻഡസ്ട്രിയലൈസ്ഡ് കേരളം, ഡെവലപ്മെന്റ് ഉണ്ടാക്കണം, അഴിമതി പൂർണ്ണമായിട്ടും മാറ്റണം. അത് തന്നെയാണ് സാബു ജേക്കബ് പിച്ച് ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിൽ അവർക്ക് 4ഓളം പഞ്ചായത്തുകൾ കിട്ടി. അവർക്ക് ഇത്ര പെർസെൻറ്റേജ് വോട്ടുണ്ട് എറണാകുളം ജില്ലയിൽ. അതേപോലെ കേരളത്തില് കഴിഞ്ഞ പ്രാവശ്യം അവർ ഇലക്ഷനിൽ പഞ്ചായത്തിൽ ഏകദേശം 800ഓളം പഞ്ചായത്ത് വാർഡുകളിലാണ് ഇവർ മത്സരിച്ചത്. അവർക്ക് വോട്ട് ഷെയർ ഉണ്ട്. അതേപോലെ ഒറ്റയ്ക്ക് മത്സരിച്ച് കേരളത്തില് ഈ പറയുന്ന കേരള കോൺഗ്രസിന് ഈ പല പാർട്ടിക്ക് എവിടെയാണ് വോട്ട് ഷെയർ ഉള്ളത്? ഒറ്റയ്ക്ക് മത്സരിച്ച് ഏതൊക്കെ പൊളിറ്റിക്കൽ പാർട്ടിക്ക് ജയിക്കാൻ സാധിക്കും? ഇത് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റാണ്. അതായത് അവർ കിഴക്കമ്പലത്ത് കൊണ്ടുവന്ന ഒരു മോഡലുണ്ട്. അതേപോലെ തന്നെ അവർ കൊണ്ടുവന്നൊരു ഷോപ്പുണ്ട്. അതായത് വളരെ തുച്ഛമായ റേറ്റിൽ നിങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങാം. പിന്നീട് പല പഞ്ചായത്തിൽ, പ്രത്യേകിച്ച് കിഴക്കമ്പലം പഞ്ചായത്തിൽ റോഡുകളുണ്ടായ വികസനം. ഞാൻ ആലുവയിൽ താമസിച്ച സമയത്ത് അവിടെ താമസിക്കുന്ന പല ആൾക്കാരോട് ചോദിച്ച് മനസ്സിലാക്കിയത്, ഞാൻ ഈ സാബു ജേക്കബിന് ഇന്റർവ്യൂ ഇട്ടുണ്ട്. അപ്പൊ അന്നും സാബു ജേക്കബ് മോദിയുടെ ഒരു ഫാനാണ്. അന്ന് ഞാനിന്ന് സാബു ജേക്കബിനോട് പറഞ്ഞിട്ടുണ്ട്, അന്നാണ് താങ്കളുടെ ഈ പാർട്ടി അങ്ങ് BJPയിൽ പോവുകയാണെങ്കിൽ കേരളത്തിൽ മറ്റൊരു പൊളിറ്റിക്കൽ ഫോഴ്സ് ആയിട്ട് അങ്ങ് വരുമല്ലോ BJPയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്തുവാ കേരളത്തില്? ഈ പറയുന്ന ഷോൺ ജോർജ് വന്നു, PC ജോർജ് വന്നു, അതിൻ്റെ അകത്ത് ഒരു പേരുണ്ട്, അനൂപ് ആന്റണി ഉണ്ട്, AK ആന്റണിയുടെ മോൻ വന്നു. ഇതൊന്നും ഒരു ക്രിസ്ത്യൻ വോട്ട് ചെയ്യുന്നവരെ ബാധിക്കുന്ന ഒരു ഘടകമല്ല. ക്രിസ്ത്യൻ വോട്ട് ചെയ്യുന്ന ക്രിസ്ത്യാനികളായിട്ട് ഉള്ള കേരളത്തിലുള്ളവരെ ആകർഷിക്കുന്ന ഒരു ഘടകമല്ല ഇതൊന്നും. പക്ഷെ സാബു ജേക്കബ് ആകർഷിക്കുന്ന ഘടകമാണ്. എങ്ങനെയാണ് സാബു ജേക്കബിന്റെ ഈ പൊളിറ്റിക്കൽ പാർട്ടി 2020 എന്ന് പറയുന്നത്? ഈ കിഴക്കമ്പലത്താണ്, എറണാകുളത്തിന്റെ ആ ഭാഗത്തും ഇത്ര ശക്തമായതിന്റെ കാര്യം എന്താ? കാരണം സാബുവിനെ എതിർക്കുന്ന, സാബു ജേക്കബിന്റെ പൊളിറ്റിക്കൽ ഔട്ട്ഫിറ്റിനെ എതിർക്കുന്ന ഒരു മുസ്ലിം വിഭാഗമുണ്ട്. SDPI, വെൽഫെയർ പാർട്ടി, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന കോൺഗ്രസ്, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന CPM. അപ്പൊ അതൊരു ക്രിസ്ത്യൻ ഹിന്ദു രീതിയിലുള്ള ഒരു കൺസോളിഡേഷനാണ് ഈ സംഭവം അവിടെ ഉണ്ടായേക്കുന്നത്. പിന്നെ ഉറപ്പായിട്ടും സാബു ജേക്കബ് എന്ന് പറഞ്ഞൊരു കോർപ്പറേറ്റ്, ഒരു വ്യവസായി. ആ പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഒറിജിൻ നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ഒരു കേരളത്തില് ഒരു പ്രോപ്പറായിട്ട് ഒരാൾക്ക് വ്യവസായം ചെയ്യാൻ പറ്റുന്നില്ല. അതിൽ നിന്നും ഉണ്ടായ ഒരു പൊളിറ്റിക്കൽ ഫോഴ്സാണിത്. ഒരു ചെറിയ ഫോഴ്സ് പിന്നെ പൊളിറ്റിക്കൽ ഫോഴ്സായി മാറി.
അതാണ് ഞാൻ പറഞ്ഞത്, ന്യൂ ജനറേഷൻ പാർട്ടിയാണത്. അതിനെ BJPയുടെ കയ്യിൽ കിട്ടിയത് ആരും അതിനെപ്പറ്റി വേവലാതിപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. സ്റ്റോക്ക് തന്നെയാണ്. ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഈ പറയുന്നത് കോൺഗ്രസ് പാർട്ടിയാണ് ഏറ്റവും കൂടുതൽ. കാരണം കോൺഗ്രസിന്റെ കോട്ടയാണ് ഈ പറയുന്ന എറണാകുളം. നിങ്ങൾ ഈ കുന്നത്ത് നാടൊന്നും നോക്കണ്ട. ഈ ആലുവയിൽ അവിടെ LDFന്റെയും UDFന്റെയും കാൻഡിഡേറ്റ് ആയിട്ട് വരുന്നത് 2 മുസ്ലിം കാൻഡിഡേറ്റ്. ബേസിക്കലി ആലുവയിൽ ഏറ്റവും കൂടുതൽ വോട്ടും ഉള്ളത് മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് അല്ല, അവിടെ ഹിന്ദു കമ്മ്യൂണിറ്റിക്ക്. ചെറിയ വ്യത്യാസമുള്ളൂ. അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലുള്ള ആർക്കാ? മുസ്ലിം കമ്മ്യൂണിറ്റിക്ക്. 3ാം സ്ഥാനം. ഇതെല്ലാം ചെറിയ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് അവിടെ ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി അവിടെ ആലുവയിൽ ഈ 2020 ഒരു കാൻഡിഡേറ്റ് അവിടെ നിന്ന് കഴിഞ്ഞാൽ, BJP കാൻഡിഡേറ്റ് ആയിട്ട് പ്രത്യേകിച്ച് സാബു ജേക്കബിന്റെ കാൻഡിഡേറ്റ് നിന്ന് കഴിഞ്ഞാൽ കോൺഗ്രസ് കാൻഡിഡേറ്റ് തോറ്റുപോകും. കോൺഗ്രസിന്റെ കോട്ടയാണ് ആലുവ. ഇതേപോലെ തന്നെ നിങ്ങൾ അങ്കമാലി പ്രതീക്ഷിക്കാം, ഇതേപോലെ തന്നെ പെരുമ്പാവൂര് പ്രതീക്ഷിക്കാം, ഇതേപോലെ തന്നെ മൂവാറ്റുപുഴ പ്രതീക്ഷിക്കാം. കാരണം നിർണായക വോട്ടുകളുണ്ട് സാബുവിന്റെ കയ്യിൽ. അല്ലാതെ ഞാനിത് വളരെ വെൽ സ്റ്റഡി ആയിട്ടുള്ള സംഭവമാണ്. ഇത് കേരളത്തിലെ ഈ ചാലക്കുടിയിൽ വോട്ടുണ്ട്. അതായത് കോട്ടയം ജില്ലയുടെ ചില ഭാഗങ്ങളിൽ സാബുവിന്റെ പേഴ്സണാലിറ്റി കൾട്ടിനും അതേപോലെ തന്നെ 2020യോട് ആഭിമുഖ്യം ഉള്ള പല ആൾക്കാരും, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലുള്ളവർ, അത് പത്തനംതിട്ട ജില്ലയിലുമുണ്ട്. കാരണം ഇവർ പല ആൾക്കാരോട് ഞാൻ ഇന്ററാക്ട് ചെയ്യുന്നത്. ഇത് ഒരു പ്രോപ്പർ സോളിഡ് ആയിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ BJPക്ക് പോസിബിളി ജയിക്കാനുള്ള പല സീറ്റുകളുണ്ട് അവിടെ. സാബു നിർണായക ഘടകമാണ്. ഇതിനകത്തുണ്ടായ സംഭവം എന്താ? സാബുവിന്റെ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷൻ തന്നെയാണ്. കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിൽ UDF LDF ഒരുമിച്ചിരുന്ന് ഈ പറയുന്ന ഇസ്ലാമിക മത തീവ്രവാദികളെല്ലാം ഒരുമിച്ച് സാബുവിനെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നു. അപ്പൊ അതിന്റെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്തു. ഇനി സാബുവിന് ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല. കാരണം സാബുവിന്റെ പണം സ്പെൻഡ് ചെയ്യുന്ന ഒരു പരിധിയുണ്ട്. ഒരു പൊളിറ്റിക്കൽ ഫോഴ്സിന് സാബു എന്ന് പറഞ്ഞ ഒരു കോർപ്പറേറ്റ് മാത്രം സ്പെൻഡ് ചെയ്തതിന് പരിമിതിയുണ്ട്. അതായത് ഒരു പൊളിറ്റിക്കൽ ഫോഴ്സ് ആയിട്ട് ഇവർക്ക് മറ്റുള്ളവരുടെ പിന്തുണയോട് ഇല്ലാതെ പോകാൻ പറ്റില്ല. ഈ പറയുന്ന അമേരിക്കൻ ടാരിഫ് ഒക്കെ പ്രശ്നമാണ് സാബുവിനെ സംബന്ധിച്ചിടത്തോളം. ഇത് മുന്നോട്ട് കൊണ്ടുപോകണം. ഏതായാലും സാബു CPM പോകത്തില്ല, ഏതായാലും സാബു ഈ പറയുന്ന കോൺഗ്രസിൽ പോവില്ല. പിന്നെ ആകെ ഉള്ളത് ഈ പറയുന്ന BJP ആണ്. സാബു ആണെങ്കിൽ BJPയോട് അടുക്കുന്ന കാര്യത്തിൽ യാതൊരു പ്രശ്നവും ഇല്ലാത്ത ആളാണ്. സാബുവിന്റെ പൊളിറ്റിക്കൽ പാർട്ടിയിൽ വേറെ ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല. സാബു തീരുമാനം എടുക്കുകയാണ്. പക്ഷേ എറണാകുളം ജില്ലയിൽ സാബുവിനെ സ്വാധീനിക്കാൻ പറ്റുന്ന ഈ പറയുന്ന BJPയുടെ വോട്ടും സാബുവിനെ സ്വാധീനിക്കാൻ പറ്റുകയും ചെയ്താൽ ഈ എറണാകുളം ജില്ലയെ 3ാമത് സീറ്റ് അടിച്ചു മാറ്റും. ഇത് വെറുതെ പറയുന്നതല്ല. കോട്ടയത്ത് അതിന്റെ പ്രതിഫലനം ഉണ്ടാകും. പലയിടത്തും BJPക്ക് ജയിക്കാൻ കിട്ടുന്ന വോട്ടുകൾ, പലയിടത്തും 2ാം സ്ഥാനത്ത് വന്നിട്ടുണ്ട്. അവിടെ ജയിക്കാൻ പറ്റും. പ്രത്യേകിച്ച് ക്രിസ്ത്യൻ വോട്ടുകൾ നിർണായകമാണ്. അപ്പൊ അവിടെ ഈ BJPയുടെ ഈ പറയുന്ന അമിത്ഷായുടെ BJPയുടെ മാസ്റ്റർ സ്റ്റോക്കാണിത്. അതായത് സാബുവിനെ ഇവിടുത്തെ കോൺഗ്രസ് ഇടതുപക്ഷവും തേച്ചൊട്ടിച്ച് ഭിത്തിയിലൊട്ടിക്കാൻ ശ്രമിച്ചു കഴിയുമ്പോൾ തിരിച്ചുണ്ടായ ഒരു സംഭവമാണ്. റിവെഞ്ച് തന്നെയാണ് ഇത് ഉണ്ടായേക്കുന്നത്. അതായത് മുസ്ലിം ലീഗും ഇവരൊക്കെ വീണ്ടും UDFന്റെ അധികാരത്തിൽ വന്നാൽ ഇത് കോൺഗ്രസ് നേതൃത്വം അറിഞ്ഞിരിക്കേണ്ടതാണ്. കേരളത്തിലെ ക്രൈസ്തവര് അസ്വസ്ഥരാണ് ആ കാര്യത്തിൽ. കാരണം വീണ്ടും 5 മന്ത്രിമാരെ അല്ലെങ്കിൽ 7 മന്ത്രിമാരെ ഡെപ്യൂട്ടി മുഖ്യമന്ത്രി അടുത്ത ഇവർ ഡിമാൻഡ് ചെയ്യും. അതായത് ആഭ്യന്തരം വേണം. ഈ പറയുന്ന ആന്റി ഇന്ത്യ കേസുകളും PFI അവരുടെ കേസുകളെല്ലാം വിഡ്രോ ചെയ്യുന്നു. പഴയ പോലെ തിരിച്ചു വരുന്നു. ഇസ്ലാമിക കേരളമായിട്ട് പോകുന്നു. ഇത് തമാശയല്ല. മുസ്ലിം ലീഗിനെ പറ്റി കേരളത്തിലെ ക്രൈസ്തവ ഹിന്ദു കമ്മ്യൂണിറ്റി കാണുന്നതിന് രീതിയുണ്ട്. അവർക്കറിയാം കേരളത്തിലെ മുസ്ലിം ലീഗ് ആണെങ്കിൽ അവരുടെ കൂടെ നിൽക്കുന്ന പല ആൾക്കാരും ജമാഅത്ത് ഇസ്ലാമി പോലെയുള്ള സംഘടനകളും ഇവരും മതേതരത്വം പറയുന്നേ ഉള്ളൂ.
ഇവരുടെ ഉള്ളിൽ കടുത്ത രീതിയിലുള്ള ഇസ്ലാമിക തീവ്രവാദം കൊണ്ട് ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്, കാശ്മീരി ടെററിസ്റ്റുകളെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്, ഇന്ത്യക്കെതിരെ നിൽക്കുന്നവരാണ്. ഇതൊക്കെയാണ് ഇതിനകത്ത് മോദിയെ എതിർക്കുക എന്നുള്ള സംഭവം അല്ല ഇവിടുത്തെ ഇഷ്യൂ, BJP എതിർക്കുക എന്നുള്ള സംഭവമല്ല ഇഷ്യൂ. ഇവരെല്ലാം കൂടെ അധികാരത്തിൽ വന്ന കേരളത്തിലെ കാര്യം ഇവരാണ് തീരുമാനിക്കുന്നത്. കേരളത്തിലെ മലപ്പുറം ജില്ലയിലും അവരുടെ ആൾക്കാർ തീരുമാനിക്കും കേരളത്തിൽ എന്ത് നടക്കണം. കേരളത്തിൽ ഒരു കലക്ടറെ, ഒരു പോലീസ് സ്റ്റേഷനിൽ SHOയെ അപ്പോയിന്റ് ചെയ്യുന്ന പോലും മലപ്പുറത്തു നിന്ന് ഗ്രീൻ സിഗ്നൽ കിട്ടണം. പച്ച ലഡ്ഡു ആയിരിക്കും ഇവിടെ വിതരണം ചെയ്യുന്നത്. ഇത് ഭയമാണ്. ഇതാണ് അതിന്റെ കാരണം. ഇതിനകത്ത് സതീശനോ KC വേണുഗോപാലോ രമേശ് ചെന്നിത്തലയോ പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. ഇവരൊന്നും പറഞ്ഞാൽ വിശ്വസിക്കില്ല. അങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് ഏകദേശം 5 മുതൽ 7% BJPയിലെ ക്രിസ്ത്യൻ വോട്ടുകൾ പോയതിന്റെ യഥാർത്ഥ കാരണം ഭയമാണ്. ഈ പറയുന്ന ഇസ്രായേൽ ഗാസ ഇഷ്യൂവിനകത്ത് നിങ്ങൾ ചോദിച്ചു നോക്ക്, കേരളത്തിലെ ബഹുഭൂരിപക്ഷം ക്രൈസ്തവർ ഇസ്രായേലിന്റെ കൂടാണ്. പക്ഷെ കേരള ഗവൺമെന്റും കോൺഗ്രസ് പാർട്ടിയും മുസ്ലിം ലീഗ് ഹമാസിന്റെ കൂടാണ്, പാലസ്തീന്റെ കൂടല്ല. ഇതാണ് വ്യത്യാസം. അതാണ് കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. ഞാൻ ഒരിക്കലും ഈരാറ്റുപേട്ടയെ പറ്റി പറഞ്ഞു കഴിയുമ്പോൾ എനിക്കെതിരെ കേസ് എടുക്കുന്നു, അതെടുക്കുന്നു, ഇതെടുക്കുന്നു. ഞാൻ യാഥാർത്ഥ്യമാണ് പറഞ്ഞത്. ജനങ്ങൾക്ക് ഭയമാണ്. അതായത് ക്രിസ്ത്യൻ ബെൽറ്റിൽ ഈ ഹിന്ദു, പ്രത്യേകിച്ച് നായർ കമ്മ്യൂണിറ്റി, അവർ അധികം BJPയിലങ്ങ് പോയി. ഈഴവ കമ്മ്യൂണിറ്റിക്ക് ഭയമാണ്. അതുകൊണ്ടാണ് അവർ കഴിഞ്ഞ നിയമസഭ പാർലമെന്റ് ഇലക്ഷനിൽ BJPക്ക് ഇത്രമാത്രം വോട്ട് ചെയ്തത്. അത് വെള്ളാപ്പള്ളിയുടെ സംഭവമൊന്നുമല്ല. വെള്ളാപ്പള്ളി പറഞ്ഞാൽ ആ വോട്ടുകൾ തിരിച്ചു വരാൻ വലിയ പാടാ. ഞാൻ ഈ പറയാൻ പോകുന്ന കൺക്ലൂഡിങ് പാർട്ട് എന്ന് പറയുന്നത്, വീണ്ടും ഞാൻ പറയുന്നു, BJPക്ക് കിട്ടിയ ഏറ്റവും വലിയ മാസ്റ്റർ സ്ട്രോക്കും ഏറ്റവും വലിയ ഘടകകക്ഷിയാണ് 2020. ഇനി അവർക്ക് എത്ര സീറ്റ് കൊടുത്ത് ഈ സംഭവം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, കാരണം അവർക്കൊരു കൺസോളിഡേറ്റഡ് ആയിട്ട് വോട്ടുണ്ട്. അവർ തെരുവിലിറങ്ങി വോട്ട് പിടിക്കുന്നതിനേക്കാളും അവർക്കൊരു ന്യൂ ജനറേഷൻ സെറ്റപ്പാണ് അവരുടെ അകത്തുള്ളത്. കാരണം ചെറുപ്പക്കാർക്ക് പ്രതീക്ഷയുണ്ട്. കാരണം സാബു ജേക്കബിന്റെ ആശയങ്ങൾ, അതായത് കേരളത്തിലെ കിറ്റ് കൊടുക്കുന്ന സംസ്കാരം മുഖ്യമന്ത്രിയെ പഠിപ്പിച്ചു കൊടുത്ത് കേരളത്തിലെ അധികാരത്തിൽ കൊണ്ടുവന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുമ്പിലുണ്ടായിരുന്ന ബുദ്ധി കേന്ദ്ര സാബു ആയിരുന്നു. ഇപ്പൊ കേരളത്തിലെ ജനങ്ങൾ നോക്കുന്നൊരു സംഭവമുണ്ട്. യഥാർത്ഥത്തിൽ ഇത്രയും നാളും ട്രഡീഷണൽ പൊളിറ്റീഷ്യൻസാ പോയത്. ഇവിടെ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ഒരു കോർപ്പറേറ്റ്, അപ്പുറത്ത് കൂടെ നിൽക്കുന്നത് 2020 സാബു ജീപ്പ്, അതും കോർപ്പറേറ്റ്. അതായത് ട്രഡീഷണൽ പൊളിറ്റീഷ്യൻസ് അല്ല. ഇവർക്കൊന്നും ഈ രാഷ്ട്രീയത്തിൽ നിന്ന് പണം ഉണ്ടാക്കിയിട്ട് ഒന്നും നേടാനുമില്ല. ഇവർ രണ്ടുപേരും അവരുടെ പ്രൊഫഷനായിട്ടോ അവരുടെ കോർപ്പറേറ്റ് വേൾഡിലായിട്ട് അച്ചീവ് ചെയ്തവരാണ്. അവർക്കിപ്പോൾ ഒരു പെൻഷൻ ഉണ്ടാക്കി കൊടുത്തു, ഒരാൾക്കൊരു സംഭവം റോഡ് ഉണ്ടാക്കി കൊടുത്തു, ഒരിടത്ത് റോഡ് ഉണ്ടാക്കി അതിൻ്റെ കോൺട്രാക്റ്റ് കൊടുത്തു, അതിൻ്റെ അകത്തുനിന്ന് കമ്മീഷൻ വാങ്ങേണ്ട ആവശ്യമില്ല. കാരണം അവർക്ക് ഈ രാജ്യം നന്നാകണം, ഈ കേരളം മുന്നോട്ട് പോകണം, ഇവിടുത്തെ പ്രശ്നങ്ങൾ മാറിപ്പോൾ വൃത്തികെട്ട രാഷ്ട്രീയങ്ങൾ ഇല്ലാതാകണം, അമ്പലക്കൊള്ള ഇല്ലാതാകണം, എല്ലായിടത്തും കക്കുന്ന രാഷ്ട്രീയ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഭരണവർഗം കേരളത്തിലുണ്ടായി. അവിടെ ഒരു മാറ്റമാണ്. അതിൻ്റെയാണ് നിങ്ങൾ നോക്കുക എന്താണ് BJP കേരളത്തിൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. ഒരിടത്ത് രാജീവ് ചന്ദ്രശേഖർ, ഇപ്പുറത്ത് സാബു ജേക്കബ്. അതിനും വ്യത്യാസമുണ്ട്. ഒന്ന്, രാജീവ് കേരളത്തിലെ ചെറുപ്പക്കാരുടെ ഇടയ്ക്കും വരാനുള്ള തലമുറയ്ക്കകത്തും ഒരു ഐക്കോണിക് ഫിഗറായി മാറിയിട്ടുണ്ട്. കാരണം ട്രഡീഷണൽ പൊളിറ്റീഷ്യനല്ലേ. എങ്ങനെയാണ് ശശി തരൂരിന് കേരളത്തിൽ വലിയ അക്സെപ്റ്റൻസ് കിട്ടിയത്, അതേ രീതിയിലാണ് രാജീവ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് സുരേന്ദ്രനെ പോലെയോ മുരളീധരനെ പോലെയോ അവരെ പോലെ അല്ല രാജീവിനെ കാണുന്നത്. കാരണം ഇതിനകത്തുനിന്നും ഉണ്ടാക്കേണ്ട താല്പര്യം രാജീവിനില്ല. രണ്ട്, സാബുവിന് ഈ പറയുന്ന പൊളിറ്റിക്സ് ഉപയോഗിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യം. കാരണം അയാളൊരു കോർപ്പറേറ്റ് ലീഡർ തന്നെയാണ്. ബിസിനസ് താല്പര്യമുണ്ട്. കേരളത്തിൽ അത് കൂടുതൽ കൊണ്ടുവരണം താല്പര്യം, ഇന്ത്യ മുഴുവനും ഗ്ലോബലായിട്ട് പോകണം താല്പര്യമുണ്ട്. ഇതാണ് ഈ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. അതായത് സാബുവിന് കേരളത്തെ പറ്റി A to Z കാര്യങ്ങൾ തറവലി അറിയാം. രാജീവനാണെങ്കിൽ ഇതിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നറിയാം. അതാണ് ഒരു നല്ലൊരു കോമ്പിനേഷൻ എന്ന് പറയുന്നത്.
ആ കോമ്പിനേഷനിലായിരിക്കും BJP വർക്കൗട്ട് ചെയ്യുന്നത്. ആ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഏകദേശം 15-20 സീറ്റങ്ങ് കിട്ടും. 20 സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ മനസ്സിലാക്കുക, കേരളത്തിലെ മുസ്ലിം ലീഗിന്റെ വെടി തീരും, വെടി തീർന്നു പോകും. പിന്നീട് അതിലോട്ട് ആൾക്കാർക്ക് വിശ്വാസമാകും ഇത് കേരളത്തിന് ആവശ്യമായിരുന്നു. ഞാൻ പലതിലും BJPയും മോദിയും ഒക്കെ എതിർക്കാൻ വേറെ കാര്യം. പക്ഷെ കേരളത്തിന്റെ കാര്യം വരുമ്പോൾ കേരളത്തിൽ ഈ മാറ്റം ആവശ്യമാണ്. കാരണം വല്ലാത്ത രീതിയിലാണ് കേരളത്തിലെ മുസ്ലിം ലീഗ് ആണെങ്കിലും ഇവിടുത്തെ മത തീവ്രവാദ സംഘടനകളും കേരളത്തിന്റെ പൊളിറ്റിക്സും സോഷ്യോളജിയും ഇവിടെ ബുൾഡോസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അതിനെതിരെയുള്ള താക്കീതായത്. അങ്ങനൊരു റിസൾട്ട് കൂടെ വന്നു കഴിഞ്ഞാൽ എന്നേക്കുമായിട്ട് മനസ്സിലാക്കുക, ഇവരുടെ ഒരു സപ്പോർട്ട് ഇല്ലാതെ, അതായത് ഇവർ നിശ്ചയിക്കും കേരളത്തിൽ ആര് ഭരിക്കണം. അതായത് മനസ്സിലാക്കുക, UDFന് കേക്ക് വോക്ക് ആയിരിക്കുകയില്ല. എന്താണ് കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് ഉദ്ദേശിക്കുന്നത് അതൊന്നും കാര്യമായിട്ട് നടക്കാൻ പോകുന്നില്ല. അല്ലാതെ ലീഗ് ഇത് ഭരണം അങ്ങോട്ട് മാറിയിട്ട് KM ഷാജി പറഞ്ഞ പോലെ ഈ 10 വർഷത്തെ ഞങ്ങൾ തിരിച്ചു മേടിക്കും, മതമാണ് മതം, ഈ സാധനം ഒരു കോപ്പും നടക്കാൻ പോകുന്നില്ല. ഇതിന് കൃത്യമായ സംഭവങ്ങളാണ് പൊളിറ്റിക്കൽ മൂവ്മെന്റ് നടന്നിരിക്കുന്നത്. അത് കേരളത്തിൽ അതിശക്തമായ രീതിയിൽ ആഞ്ഞടിക്കും. ഇത് മധ്യ തിരുവിതാംകൂർ കേരളത്തിൽ മാത്രമല്ല, ഇത് മലയോര മേഖലയിലും, അതായത് കുടിയേറ്റ മേഖലയിലും ഇതൊരു സംഭവമായിട്ട് അങ്ങ് മാറും. കാരണം ഇവർ വെക്കുന്നൊരു പൊളിറ്റിക്സ് ഉണ്ട്, വികസിത കേരളം. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന മോദി ഗവൺമെന്റ് ഡബിൾ എഞ്ചിൻ ഈ ഫോർമുലയെല്ലാം കൂടെ വന്നു കഴിയുമ്പോൾ ജനങ്ങൾ അറിയാതെ വോട്ട് ചെയ്യും. ഇതിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. അതായത് VD സതീശൻ ഉദ്ദേശിക്കുന്ന 100 സീറ്റിന്റെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. ഇലക്ഷന് ശേഷം വരാൻ പോകുന്ന പൊളിറ്റിക്കൽ പോളറൈസേഷൻ, കേരളത്തിൻ്റെ ഇന്ന് വരെയുള്ള ചരിത്രപരമായ മാറ്റങ്ങളാണ് ഈ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ഉണ്ടായത്. ആ മാറ്റങ്ങൾ ഇനിയും വരാൻ പോവുകയാണ്. അത് കാണാൻ പോകുന്നു വരാനുള്ള ദിവസങ്ങളിൽ.